ഉത്തർപ്രദേശിലെ ബഹ്റൈഞ്ചിൽ നരഭോജി ചെന്നായ്കൾ പിടിയിൽ 7 കുട്ടികളടക്കം 8 പേരെയാണ് ചെന്നായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഓപ്പറേഷൻ ഭേദിയ എന്ന പേരിൽ 25-അംഗ വനം വകുപ്പ് സംഘത്തിന്റെ 72 മണിക്കൂർ നീണ്ട ദൌത്യത്തിന് ഒടുവിലാണ് നരഭോജികളായ 4 ചെന്നായ്ക്കൾ വലയിലായത്. ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി ചെന്നായയുടെ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞ് കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായി പ്രദേശത്ത് നരഭോജി ചെന്നായ്ക്കളുടെ ഭീഷണി നേരിടുകയായിരുന്നു. വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കഴിഞ്ഞ 45 ദിവസത്തിനിടെയാണ് 8 പേർ കൊല്ലപ്പെട്ടത്. 1 വയസ്സ് മുതൽ 8 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെ നാളായി പ്രദേശവാസികൾ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുകയായിരുന്നു. കുട്ടികളുമായി വെളിയിൽ കിടന്നുറങ്ങരുത് എന്ന് പ്രദേശത്തെ അമ്മമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് സാരിത്തുമ്പിലൊക്കെ ഒതുക്കി കൂടെ ചേർത്ത് കിടത്തിയായിരുന്നു ഉറങ്ങിയിരുന്നത്. സംഘം ചേർന്നും ഒറ്റയ്ക്കുമെത്തി കുട്ടികളെ ആക്രമിക്കുകയും കടിച്ചെടുത്ത് കൊണ്ടുപോകുകയുമായിരുന്നു ചെന്നായ്ക്കൾ ചെയ്തിരുന്നത്. ശല്യം രൂക്ഷമായതോടെയാണ് സർക്കാർ ഓപ്പറേഷൻ ഭേദിയ എന്ന പേരിൽ സംഘത്തെ നിയോഗിച്ചത്. ഇതിലാണ് ഇപ്പോൾ 4 ചെന്നായ്ക്കളെ പിടികൂടിയത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ചെന്നായ്ക്കൾ പ്രദേശത്ത് ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചായിരുന്നു വനം വകുപ്പിന്റെ തിരച്ചിൽ. രാത്രി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡ്രോൺ, വല, മയക്കുവെടിവയ്ക്കാനുള്ള ഉപകരണങ്ങളടക്കം സംഘം കയ്യിൽ കരുതിയിരുന്നു. അടുത്തിടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വേട്ടയായിരുന്നു ഇതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ചെന്നായ്ക്കളെ പിടികൂടാൻ 16 സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു. ഡ്രോൺ ക്യാമറകളും തെർമൽ ഡ്രോൺ മാപ്പിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ചെന്നായ്ക്കളെ പിടികൂടിയത്. ആനയുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ചെന്നായ്ക്കളുടെ വഴി തിരിച്ചുവിടാനും ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. വാതിലുകൾ ഇല്ലാത്ത വീടുകളിൽ വാതിലുകൾ സ്ഥാപിക്കുന്നുണ്ട് എന്നും എല്ലാ ഗ്രാമങ്ങളിലും രാത്രി പട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നും ജില്ലാ മജിസ്ട്രേറ്റ് മോണിക്ക റാണി പറഞ്ഞു. കഴിഞ്ഞ 45 ദിവസങ്ങളിലായി 8 കുട്ടികളും 1 സ്ത്രീയും ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുട്ടികളെ കടിച്ചെടുത്തു കൊണ്ടുപോകുന്ന ചെന്നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെയാണ് ഗ്രാമവാസികൾ അധികൃതർക്ക് പരാതി നൽകുന്നത്. പിന്നീട് MLA അടക്കം ദൌത്യ സംഘത്തിന്റെ ഭാഗമായി തിരച്ചിൽ നടത്തിയിരുന്നു. പിടിയിലായ 4 നരഭോജി ചെന്നായ്ക്കളേക്കാൾ കൂടുതൽ ചെന്നായ്ക്കൾ ഈ മേഖലയിൽ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഏകദേശം 100 മീറ്റർ അകലെ ഡ്രോണിൽ ചെന്നായ്ക്കളെ കണ്ടിരുന്നു. പിന്നീട് സംഭവസ്ഥലത്ത് പോയി കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു. അതിനാൽ 2 ചെന്നായ്ക്കൾ ഇവിടെ നിന്ന് കടന്നുപോയതായി സ്ഥിരീകരിച്ചു എന്നായിരുന്നു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അജിത് പ്രതാപ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഹാർദി ഖേരിഘട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചെന്നായ്ക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ടാസ്ക് ഫോഴ്സ് ഡ്രോണുകളും CCTV ക്യാമറകളും ഉപയോഗിച്ചിരുന്നു. ചെന്നായ്ക്കൾ കൂട്ടിലായെങ്കിലും പ്രദേശത്ത് ഭീതി ഒഴിഞ്ഞിട്ടില്ല. കൂടുതൽ ചെന്നായ്കൾ ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാണ് നാട്ടുകാർ കരുതുന്നത്. മേഴ്സിയിലെ കൊദേദ ഗ്രാമത്തിലുള്ള സീസയ്യ ചുദ്മാദിയിൽ സ്ഥാപിച്ച വലയിലും കൂട്ടിലുമാണ് ചെന്നായി കുടുങ്ങിയത് എന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ദീപക് സിംഗ് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെയാണ് ചെന്നായി കുടുങ്ങിയത്. പിന്നീട് ഇതിനെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. മറ്റു നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 വയസ്സിൽ കൂടുതലുള്ള ആൺ ചെന്നായിയാണ് കൂട്ടിലായിട്ടുള്ളത്. ചെന്നായ കൂട്ടിലായ വിവരമറിഞ്ഞ ധാരാളം നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.